ഒരു വയസ്സുള്ള വാങ്ങിച്ചാൽ ഒരു വർഷം വളർത്തുമ്പോൾ 2 വയസ്സാവും പള്ളിക്ക് കൊടുക്കും. കറക്റ്റ്, പള്ളിക്കാണ് കൊടുക്കുക സ്ഥിരമായിട്ട്. എന്റെ വീട്ടിൽ പോലെ പണ്ടേ പോത്തുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ച് വളർത്തി പെരുന്നാളാകുമ്പോൾ കൊടുക്കും. അതാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. അതെ. ഓക്കെ, ഇന്നിപ്പോ എത്ര പോത്തിനെ എടുത്ത്? ഞാൻ രണ്ട് പോത്തിന് നമ്മുടെ ആനാട് ഫാമിൽ നിന്ന് 2 എടുത്തിട്ടുണ്ട്. ഇക്ക വാങ്ങിച്ച ഒരു പോത്ത് ഇത് അല്ലേ? അപ്പൊ 400 അടുപ്പിച്ച് അത്യാവശ്യം വലിയ പോത്തിനെ എടുക്കുന്നല്ലേ? കഴിഞ്ഞ വാങ്ങിച്ച ഒന്നിന് 85 രൂപയ്ക്ക് കൊടുത്തു. ഒരു പോത്തിന് 85 കൊടുത്ത് അല്ലേ? ഒരു പോത്തിനെ വാങ്ങിച്ചുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് 85 രൂപ കിട്ടി. ഒന്നിന് ക്രിസ്മസിന് കൊടുത്തു, പിന്നെ ഒന്നിനെ പെരുന്നാളിന് 41 രൂപയ്ക്ക്. അതായത് നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചു കൊടുക്കാം അല്ലേ? അതെ, നമുക്ക് പൈസക്ക് ആവശ്യമുള്ള സമയത്ത് കൊണ്ടുപോവാം അല്ലേ? അപ്പൊ ഇതിപ്പം എങ്ങനെ ഇത് കൊണ്ടുപോയി വളർത്തൽ രീതിയും കാര്യങ്ങളൊക്കെ? പരുത്തി പുണ്ണാക്കും, കോതമ്പ് തവിടും. ശരി, കുഴച്ച് വെച്ച് കൊടുക്കും. ഓക്കെ, വേറെ പാടം വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? മരിച്ചിനെ കൊണ്ട പില്ല് വയ്ക്കോല്. അപ്പൊ എങ്ങനെ എന്ത് കൊടുത്താലും കഴിക്കുന്നുണ്ടല്ലേ? ഇവിടെ വന്നിട്ട് കുട്ടികളെല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ട്? കുട്ടികളെല്ലാം ഇഷ്ടപ്പെട്ടോ? ഇനമുള്ള കുട്ടികളെ. ഓക്കെ, നേരത്തെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളല്ലേ? എത്ര വർഷം എടുക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ സുലൈനൊക്കെ വാങ്ങിച്ച 2 പോത്തുകളാണ്. രണ്ടുകൂടെ ഒരു 400 അടുപ്പിച്ച് കിലോ ഉണ്ട്. പിന്നെ ഇപ്പൊ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടി ഉണ്ടല്ലേ? പിന്നെ ഇതിപ്പോ കൊണ്ടുപോവാ, അതിന്റെ കാര്യങ്ങൾ നോക്കുക. ഇനിയിപ്പോ അടുത്ത പെരുന്നാൾ വരെ ഇത് വീട്ടിൽ കാണുമല്ലേ? ഒരു വർഷം നിൽക്കും അല്ലേ? ഒരു വർഷം കൊണ്ട് അത്യാവശ്യം നല്ല തൂക്കം. അപ്പൊ ഒരു രൂപയ്ക്ക് മുകളിൽ കൊടുക്കാൻ പറ്റുമോ? ഒന്നും ഏറ്റവും കുറഞ്ഞ ഒന്ന് കിട്ടൂല്ലേ? ഓക്കെ, നമ്മൾ അന്വേഷിക്കാൻ പോലെ ഇരിക്കും. ശരി. പാക്കമുളക് വാങ്ങിച്ച് ഉണക്കി കൊടുത്താൽ പൈസ കിട്ടും. ആട് വാങ്ങിച്ച് ഉണക്കി കൊടുത്താൽ കിട്ടത്തില്ല. ഉണക്കിയിട്ട് കാര്യമില്ല.